ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാത്രി റിയാനെ പൂച്ച മാന്തി നമ്മുടെ പാച്ചു. അപ്പോൾ രാത്രി തന്നെ നമ്മൾ ഒറ്റപ്പാലം താലൂക്ക് ആസ്പത്രിയിൽ പോവുകയാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രാത്രി പോയി ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ട് വന്നു. എന്നിട്ട് ബാക്കി ഇഞ്ചക്ഷൻ മുറിയിൽ അടിക്കുന്ന ഇഞ്ചക്ഷൻ ഉണ്ട്. രാവിലെ വരാൻ പറഞ്ഞു. രാവിലെ വരാൻ പറയല്ല, അവർ തൃശ്ശൂർ പോകാനാണ് ഇന്നലെ തന്നെ രാത്രി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി തൃശ്ശൂരൊന്നും പോയില്ല. നമ്മൾ രാവിലെ വീണ്ടും ഒറ്റപ്പാലം ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാസ്ക് ഇല്ലാണ്ട് ഡോക്ടറെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ റിയ മാസ്ക് വാങ്ങാൻ പോയി കേട്ടോ. അപ്പോൾ റിയ വരുന്നവരെ പക്ഷെ വീഡിയോ ഓണായി കിടക്കുകയായിരുന്നു. ആംബുലൻസ് ഇതായിരിക്കും. കാഷ്വാലിറ്റിയിലാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ റിയ മാസ്കും കൊണ്ട് വന്നു. അങ്ങനെ നമ്മൾ കാഷ്വാലിറ്റി പോയി. സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുന്ന അവിടെ എത്തിയിട്ടുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം ടെസ്റ്റാണ് കേട്ടോ ചെയ്യണത്. ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് നമ്മൾ പേനയും കൊണ്ടൊക്കെ വട്ടം വരച്ചിട്ട് ടെസ്റ്റ് നോക്കുമല്ലോ. അത് കുറച്ച് നേരമൊന്നുമല്ല കേട്ടോ, 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. ഇതവിടെ വിദ്യാർത്ഥി ഉണ്ട്, പഠിക്കണ കുട്ടികളെ തോന്നുന്നു. കുറേ ഉണ്ട് യൂണിഫോമും ടാഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മുടെ റിയാൻ്റെ കയ്യിൽ ടെസ്റ്റ് നടത്തി. റിയ പറഞ്ഞു. അപ്പോൾ റിയാനെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിയാൻ്റെ അടുത്ത് അവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇനി ഇഞ്ചക്ഷനുള്ളൂ, ഭക്ഷണം കഴിക്കണം പറഞ്ഞു. അപ്പോൾ ഞാൻ റിയാക്ക് ഭക്ഷണം വാങ്ങാൻ പോകും കേട്ടോ. ഇവിടെ അടുത്ത് ഒരു അടിപൊളി കട ഉണ്ട്. അവിടെ പോയിട്ട് എന്തുള്ളത് നോക്കട്ടെ, വാങ്ങാം. അപ്പോൾ നമ്മൾ എന്താണ് ചായക്കട കേട്ടോ. നിറയെ ആളുകളുണ്ട്. എല്ലാവരും രാവിലെ ആയതുകൊണ്ട് എല്ലാവരും ചായയും കടിയും വാങ്ങാൻ വന്നു കേട്ടോ. അഡ്മിറ്റായവരും എല്ലാവരും ഉണ്ട്. പിന്നെ സിസ്റ്റർമാരുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ 3 ഇഡ്ഡലി 2 പഴംപൊരി, അതാണ് നമ്മൾ വാങ്ങിച്ചത്. രണ്ടോ സിസ്റ്റർമാർ, ഇത് ഇവരൊക്കെ പഠിക്കണ കുട്ടികളാണ് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളത് വാങ്ങിയിട്ട് വന്ന് റിയക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ കണ്ടില്ലേ, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പൂച്ച പട്ടിയൊക്കെ മാന്തിയ ആൾക്കാരാട്ടോ. പിന്നെ കുട്ടികളുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെ എന്നും പൂച്ചയും പട്ടിയും മാന്തിയിട്ടുള്ള തിരക്ക്. അപ്പോൾ നമ്മുടെ റിയ അതാ ഇഡ്ഡലി കഴിക്കുന്നുണ്ട് കണ്ടോ. ഇതാണ് ടെസ്റ്റ് നടത്തിയത്. കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കൂടെ ഉണ്ടാവും, എന്നിട്ട് നമ്മളെ വിളിക്കുള്ളൂ കേട്ടോ. 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നൊരു പഴംപൊരിയും കൂടെ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. നല്ല ചൂടുള്ള പഴംപൊരിയാണ്. അപ്പോൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മളെ ഇഞ്ചക്ഷൻ എടുക്കാൻ വിളിച്ചു കേട്ടോ. അപ്പോൾ കാഷ്വാലിറ്റിയിലെ റൂമിലാണ് ഇപ്പോൾ ഇത്. ഡോക്ടറാണ് ഇഞ്ചക്ഷൻ വെക്കണത്. അപ്പോൾ റിയാൻ്റെ അടുത്ത് കിടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഡോക്ടർ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ. ചെറിയ സൂചി വെക്കാനുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നേഴ്സ് അതിൽ ഡെറ്റോളൊക്കെ അടിച്ചിട്ട് പറയുന്നുണ്ട്, കയ്യിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയണ് കയ്യിൽ തന്നെ ഉണ്ട് സിസ്റ്ററെ, 10-12 എണ്ണം, ഇനി വേറെ എവിടെ വേണ്ടത് ചോദിച്ചു. അപ്പോൾ അങ്ങനെ റിയാൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. സംഭവം എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഡോക്ടർ ഇങ്ങനെ ചെറിയ ഇഞ്ചക്ഷനാണ് കേട്ടോ. പൂച്ച ഉണ്ടോ എന്നൊക്കെ കൊണ്ട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യണത്.
അപ്പോൾ അങ്ങനെ നമ്മുടെ റിയ കരയാൻ തുടങ്ങി. ഭയങ്കരമായ കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ കുട്ടിയെ ആശ്വസിപ്പിക്കണമൊക്കെ ഉണ്ട്, പക്ഷേ നടക്കണില്ല. അപ്പോഴേക്ക് എന്താ കമ്പൗണ്ടറോ എന്തോ വന്നിട്ട് 2 കാലിലും പിടിച്ചു. ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനിങ്ങനെ തട്ടി കൊടുക്കണുണ്ട്, എന്നിട്ടും ആൾ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. മുറിയിലാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ബ്ലഡ് വരുന്നുണ്ട്, പിന്നെ അതിങ്ങനെ പൊന്തി വരുന്നുണ്ട്, ഒരു മുഴ പോലെ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. നമ്മൾ നേരത്തെ കിടന്നോടെ തന്നെ വീണ്ടും പോയി 1 മണിക്കൂർ കിടക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും അതേ സ്ഥലത്തെത്തി. ബെഡിൽ കിടന്നോ, 1/2 മണിക്കൂർ കിടക്കാനും 1/2 മണിക്കൂർ ഇരിക്കാനും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും അവിടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവൾ ഇവിടെ റെസ്റ്റ് എടുക്കട്ടെ. പാവം തോന്നിട്ടോ മുഖത്ത് നോക്കിയപ്പോൾ. നല്ല കുത്തു. സംഭവം ആൾക്ക് അങ്ങനെ ഇഞ്ചക്ഷനൊന്നും കിട്ടലില്ല. പിന്നെ മുറിയിലും കൂടെ ആയപ്പോൾ ഒരുപാട് വേദനയായി. കണ്ടില്ലേ, മുഴച്ചും കൊണ്ടിരുന്ന മുഴ വന്നു. കുത്തിയോടത്തൊക്കെ മുഴ ഉണ്ട്, 4-5 മറ്റേ കുത്തിയിട്ടുണ്ട്, ഇതൊക്കെ മുഴ ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾ അപ്പം പോകുമ്പോൾ കുറേ ആൾക്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ വീണ്ടും ആളുകൾ നിറഞ്ഞു. പിന്നെ ഇവരൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നവരാണ് കേട്ടോ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടിരിക്കുന്നതുകൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു താത്ത വന്നിട്ടുണ്ട്. ആ താത്ത ഇഞ്ചക്ഷൻ ഇടാൻ വേണ്ടിയിട്ട് സമ്മതപത്രം ഒപ്പിടുകയാണ്. സമ്മതപത്രം വായിച്ചപ്പോൾ ചെറി വന്നിട്ട് ആ താത്താക്ക്. അപ്പോൾ നമ്മുടെ റിയാൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. 1 മണിക്കൂർ നമ്മളവിടെ റെസ്റ്റ് എടുത്തു. ഡോക്ടറിനെ വീണ്ടും പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ കൈയൊക്കെ അങ്ങനെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, പഴുക്കാതിരിക്കാൻ ഗുളിക എഴുതിത്തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഗുളിക മരുന്നൊക്കെ വാങ്ങി. അങ്ങനെ നമ്മൾ ബസ് കയറാൻ പോവുകയാണ്. പാവല്ലേ നമ്മുടെ റിയാന്ന് വെച്ചിട്ട് റിയാക്ക് എന്തെങ്കിലും ഒരു ജ്യൂസ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഹോട്ടലിലല്ല ബേക്കറി കയറി. ബേക്കറി പറഞ്ഞാൽ എല്ലാം ഭക്ഷണങ്ങളൊക്കെ കിട്ടും കേട്ടോ. KR ബേക്കറി, ഒറ്റപ്പാലം. അപ്പോൾ അവിടെ കയറിയപ്പോൾ അവൾ പറഞ്ഞു ഷവർമ്മ മതിയെന്ന്. അപ്പോൾ പിന്നെ ഒരാൾക്ക് ഷവർമ്മയും പിന്നെ വേറൊരാൾക്ക് ജ്യൂസ് ആവശ്യമില്ലല്ലോ. അപ്പോൾ 2 ആൾക്കും ഓരോ പ്ലേറ്റ് ഷവർമ്മ വാങ്ങി കഴിച്ചു. അങ്ങനെ നമ്മൾ ബസ്സിൽ വീണ്ടും ഒറ്റപ്പാലത്ത് നിന്ന് ബസ്സിൽ നിന്ന് വന്നു. നമ്മൾ പഴയിലേക്ക് എത്തി. നമ്മുടെ വീട്ടിലേക്ക് നടക്കണം. ഭയങ്കരമായ വെയിലാട്ടോ. റിയ പാട്ടൊക്കെ പാടി വീടെത്താനായ സന്തോഷത്തിൽ റിയ പാട്ടൊക്കെ പാടിയിട്ട് നടക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ, അതുണ്ടോ. അപ്പോൾ നമ്മുടെ മോനുണ്ട് ഇവിടെ, നല്ല ഉറക്കമായിരിക്കാം. കണ്ടില്ലേ ഗൈസ്, മൊട്ടം വെയിലത്ത് വണ്ടി നിർത്തിക്കുക. നമ്മുടെ വണ്ടി നിർത്താനാണ് ഇവിടെ ഇങ്ങനെ ഒരു സംഭവമൊക്കെ കെട്ടിയെത്തി നോക്കി. ഇവിടെ നല്ല അടിപൊളി തണുപ്പാക്കി വെച്ചിരിക്കണം. ഇത് നമ്മുടെ ഇക്കാക്ക ഇന്നലെ രാത്രി പണിയെടുത്തതിൻ്റെ ഒരു ബാലൻസാണ് കേട്ടോ കാണുന്നതൊക്കെ. നമ്മളൊന്നും ചെയ്യാതെയാണ് പോയിക്കണത്. തുണികൾ ഉണങ്ങാട്ടതൊക്കെ ഇവിടെ കസേരമ്മ വെച്ചിട്ടുണ്ട്. അല്ലല്ലേ, വെറുതെ വല്ലടിക്കില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി വീടെത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്.